അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് പാതി വഴിയിലായിരിക്കുകയാണ് കൊരട്ടിയിലെയും ചിറങ്ങരയിലെയും അടിപ്പാത നിർമ്മാണം. സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയതോടെ ചിറങ്ങരയിൽ അടിപ്പാത നിർമ്മാണത്തിനുള്ള കമ്പികൾ അഴിച്ചുമാറ്റി. നിർമ്മാണത്തിന് മുന്നോടിയായി സ്ഥാപിച്ച സ്ലാബുകൾ വാഹനം കയറിയ ഉടൻ തന്നെ തകരാറിലാവുകയും ചെയ്തു. ഇരു സ്ഥലങ്ങളിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക് ജനങ്ങളെ കുറച്ചൊന്നുമല്ല വലയ്ക്കുന്നത്. കൊരട്ടിയിൽ നിർമ്മിക്കുന്ന അടിപ്പാതയ്ക്ക് സമാന്തരമായി പോകുന്ന കാനയാണ്. അത് മൂടിയ സ്ലാബാണ് ഈ കാണുന്നത്. ഒരു വാഹനം കയറിയപ്പോൾ തന്നെ തകർന്ന് തരിപ്പണമായി. ഇത്തരത്തിൽ നിരവധി സ്ലാബുകളാണ് ഈ മേഖലയിൽ തകർന്നത്. നിർമ്മാണ പ്രവൃത്തികൾ ഗുണനിലവാരമില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം എന്നതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന പരാതി. പണിയുക, പൊളിക്കുക, പണിയുക, പൊളിക്കുക. ഇതാണ് നിലവിൽ തൃശൂർ അങ്കമാലി ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ കൊരട്ടി, ചിറങ്ങര എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ട് എന്നാണ് ഉയരുന്ന പരാതി. അടിപ്പാത നിർമ്മാണത്തിന് മുന്നോടിയായി സ്ഥാപിച്ച ഓവുചാലുകളിലെ സ്ലാബുകൾ വാഹനം കയറിയ ഉടനെ തന്നെ തകരാറിലായി. ഇന്നലെ കാലത്ത് നമ്മളിവിടെ വരുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇടിഞ്ഞു കിടക്കണ കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ 2 പണിക്കാരവിടെ ഇരിക്കണ്ടായിരുന്നു. അവരെ വിളിച്ച് കൊണ്ടുവന്ന് ഈ സാധനം ബ്ലോക്ക് ചെയ്യിപ്പിച്ച് വണ്ടികൾ ചാടാതിരിക്കാനായിട്ട്. ഇപ്പോൾ 2 വണ്ടികൾക്കും കടക്കാൻ പറ്റണില്ല. ഈ കുഴി ഇങ്ങനെ തടസ്സമായതിൻ്റെ പേരിൽ ആ കുഴി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടികൾക്ക് സുഖമായിട്ട് പോകാം. അപ്പോൾ ഹൈവേയിൽ ബ്ലോക്കും കുറയും. പലവട്ടം പറഞ്ഞു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോടും പറഞ്ഞിട്ടുണ്ട്. ആരും ഇതൊന്നും ശ്രദ്ധിക്കണില്ല. ഇവിടെ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഇല്ല. തുടർച്ചയായി അടിപ്പാത നിർമ്മാണത്തിൽ പിഴവുകൾ കണ്ടെത്തിയതോടെ കൊരട്ടിയിൽ നിർമ്മാണം തന്നെ നിർത്തിവെപ്പിച്ചു. ഇതിനിടയിലാണ് ചിറങ്ങരയിലും പിഴവുകൾ കണ്ടെത്തിയത്. അടിപ്പാത നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കമ്പികൾ അശാസ്ത്രീയമെന്ന് കണ്ടെത്തിയതോടെ അഴിച്ചുമാറ്റി. ചിറങ്ങരയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടമാണ്. അശാസ്ത്രീയമെന്ന് കണ്ടെത്തിയതോടെ എനിക്ക് പിന്നിൽ കാണുന്ന മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള കമ്പികൾ അഴിച്ചുമാറ്റുന്നതാണ് ഈ കാണുന്ന ദൃശ്യം. നിർമ്മാണത്തിന് ഗുണമേന്മ ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിയുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇന്നലെ തന്നെ ഇവിടെ കമ്പികൾ മുഴുവൻ അഴിച്ചു മാറ്റേണ്ട ഒരു ഗതികേട് വന്നു. അത് ഇപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഒരെണ്ണം ഓൾറെഡി വാർത്ത കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിച്ചിരിക്കുന്ന ആർക്കും അറിയാൻ പറ്റുമോ? ഞങ്ങളിത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ പറ്റിയിട്ട് വിമർശിക്കുമ്പോഴും ഇവരാരും അതിന് കേൾക്കാൻ തയ്യാറില്ല. ഇപ്പോൾ പോസ്റ്റ് മാറ്റണം എന്ന് പറഞ്ഞാൽ തന്നെ പോസ്റ്റ് മാറില്ല, ഡ്രൈനേജ് ടൈം ചെയ്തിട്ട് പോകും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. റോഡിൻ്റെ ടാറിങ് നടക്കുന്ന സിസ്റ്റം ഇപ്പോൾ പലയിടത്തും നമ്മുടെ സർവീസ് റോഡ് ടാറിങ് നടക്കുന്നുണ്ട്. ഇതിന് കറക്റ്റായിട്ടുള്ള പ്രൊസീജിയറാണോ ചെയ്യുന്നത്? ആരും ചെക്ക് ചെയ്യാനില്ല. അവർക്ക് തോന്നുന്ന പോലെ ചിലയിടത്ത് മെറ്റലടിക്കുന്നു, ചിലയിടത്ത് മറ്റേ ഗ്രൗണ്ടിട്ട് മെറ്റലടിക്കുന്നു. ഈ രീതിയിലാണ് ഇവിടെ ടാറിങ് നടക്കുന്നത്. അത് വേറെ ഒന്ന്. ദേശീയപാത ചിറങ്ങരയിൽ നടക്കുന്ന അടിപ്പാത നിർമ്മാണത്തെ തുടർന്നുള്ള രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് അയവില്ല. എറണാകുളം ഭാഗത്തേക്കുള്ള പാതയിൽ ഇന്നലെ രാത്രി 10:30 മണിക്കൂറുകളാണ് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകാനുള്ള യാത്രക്കാരും മറ്റ് അത്യാവശ്യ യാത്രക്കാരും റോഡിൽ കുടുങ്ങി. ഉയർന്ന താപനില കൂടിയായപ്പോൾ ബസ്സുകളിലെ യാത്രക്കാർക്ക് ഇരട്ടി ദുരിതം. NHന്റെ ഭയങ്കര അപാകതയാണ്. അതായത് അവർക്കൊരു ഐഡിയ ഇല്ലാത്ത രീതിയിലുള്ള പണികൾ നടത്തിയിട്ടാണ് ഈ ബ്ലോക്ക് ഉണ്ടാകാൻ കാരണം. ഏതെങ്കിലും ഒരു സൈഡ് പൊളിച്ച് ഒരു സൈഡ് പണി പൂർത്തിയാക്കിയിട്ട് വേറെ സൈഡ് പൊളിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ നാട് നീളം പൊളിച്ചിട്ടൊക്കെയാണ്. ഇവിടെ മുരുകൂര് പോകാൻ പറ്റില്ല, ചങ്ങരയ്ക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതൊക്കെ ഓടിച്ചാൽ ഞങ്ങൾ ജീവിക്കുന്നത്. നിർമ്മാണ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി തുടർ നടപടി സ്വീകരിക്കണമെന്നാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ ആവശ്യം. മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്ക്, നരകയാതന അനുഭവിക്കുകയാണ് വഴിയാത്രക്കാർ. അതിനിടയിലാണ് പൊതുജനത്തിന്റെ പണം മുടക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൊളിച്ചു പണിത് ഇഴഞ്ഞു നീങ്ങുന്നത്. ഇടപെടലെന്നല്ല, കൃത്യതയും വ്യക്തതയുമുള്ള പരിഹാരമാണ് ഇവിടെ ആവശ്യം. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. അടിപ്പാത നിർമ്മാണത്തിൽ തുടർച്ചയായി ഇങ്ങനെ പിഴവുകൾ വരുന്ന സാഹചര്യമുണ്ട്. നിർമ്മാണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ വേണ്ടത് ആധുനിക രീതിയിലുള്ള മേൽപ്പാലങ്ങളും എലവേറ്റഡ് ഹൈവേ ആണ്. പിന്നെ ഇപ്പോൾ ഈ പണിയുന്നത് പഴയ കരാർ പ്രകാരമുള്ള അടിപ്പാതകളാണ്, ബോക്സ് ടൈപ്പ്. നിങ്ങളിപ്പോൾ 66 NH66 പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാം, അവിടേക്കെല്ലാം പില്ലറിലാണ് പണിയണേ. ഇത് പഴയ മോഡലാണ് പണിയണേ. ഇതിൻ്റെ ദൂഷ്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരു U-ടേൺ എടുത്ത് തിരിയാൻ പോലും നമുക്ക് സാധിക്കില്ല. പല ആക്സിഡൻറ്റും ഇപ്പോൾ ചാലക്കുടി അടിപ്പാത പണിയുന്നുണ്ട്. അവിടെ ഇപ്പോൾ നിരന്തരം ബ്ലോക്കും ആക്സിഡൻറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ PSC കൺസെഷൻ എന്ന് പറയുന്നത് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ, അതായത് അവരുടെ സാമാന്യമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു മാനദണ്ഡങ്ങളും പാലിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചിറങ്ങര ഉണ്ടായത്, ഒരു ഭാഗത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞു, അടുത്ത ഭാഗത്തിന് കമ്പി കെട്ടിയപ്പോൾ ആ കമ്പിയിലും എല്ലാ അലൈൻമെൻറ്റും തെറ്റായിരുന്നു. അതിനുശേഷം ഹൈവേയുടെ എഞ്ചിനീയേഴ്സ് പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും അയച്ചു. അങ്ങനെ ഓരോ ഭാഗത്തും നിർമ്മാണ പ്രവർത്തനം നടക്കുക,
അടുത്ത ദിവസം തന്നെ ഇത് പൊളിക്കുക. അങ്ങനത്തെ രീതിയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. കൊരട്ടിയിലുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രെയിനേജിൻ്റെ പണി കഴിഞ്ഞ് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഭാഗം, അതായത് ക്രോസ് റോഡ് റെയിൽവേ മേൽപ്പാലത്തിലേക്ക് കയറുന്ന ഭാഗം തുറന്നു കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ 2 വീലർ അടക്കം സഞ്ചരിക്കുന്ന സമയത്ത് ആ ഡ്രെയിനേജിൻ്റെ മുകളിലിട്ടിരുന്ന സ്ലാബ് ഒടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിർമ്മാണ കമ്പനി ഏറ്റവും അടിയന്തരമായി NHA അധികൃതരുമായി ഇടപെട്ട് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഒരു നിർമ്മാണം എങ്ങനെയാണോ നടത്തേണ്ടത് ആ രീതിയിൽ തന്നെ നിർമ്മാണം നടത്തുന്നതിന് ആവശ്യമായ നടപടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിറങ്ങരയിലും കൊരട്ടിയിലും ജനവിഭാഗങ്ങൾ അതിനെ തീർക്കും. അതുമാത്രമല്ല, നിരന്തരമായിട്ടുള്ള സമരമായി മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്.